an object of 4 centimeter height is placed at 6 centimeter in front of a concave mirror of radius of curvature 24 centimeter. Find the position, height and magnification and nature of image. ഇത് എഴുതിയെടുത്ത ക്വസ്റ്റ്യൻ ചെയ്തു. അതായത് ഇത് എന്തൊക്കെ തന്നിട്ടുണ്ടോന്ന് എടുത്ത് എഴുതുക. അത് തമ്മിൽ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ എന്നുള്ളത് നോക്കുക. എന്നിട്ട് ചെയ്ത് ഇത് ഉപയോഗിക്കുന്നത് മിറർ അല്ലേ, ഇത് മിറർ ഫോർമുല ഉപയോഗിക്കുന്നത്. അത് വെച്ചിട്ട് അതിന്റെ മാഗ്നിഫിക്കേഷൻ കണ്ടുപിടിക്കാനുള്ളതാണ്. എപ്പോഴും ഒരു കാര്യം ആലോചിച്ചോണം, മാഗ്നിഫിക്കേഷൻ നമുക്ക് ഈ ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ കിട്ടുന്നതെങ്കിൽ ഇമേജ് ഈസ് ലാർജ് ആണ്. അതേപോലെ മാഗ്നിഫിക്കേഷൻ ഈസ് ഈക്വൽ ടു 1 ആണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ ഇമേജ് ഈസ് സെയിം സൈസ് ആസ് ദാറ്റ് ഓഫ് ഒബ്ജക്റ്റ് ആണ്, സെയിം സൈസ് ആണ്. ഇനി മാഗ്നിഫിക്കേഷൻ ലെസ് ദാൻ 1 ആണെങ്കിൽ ഇമേജ് ഈസ് സ്മോൾ ഇൻ സൈസ്. ഇമേജ് ഈസ് സ്മോൾ ഇൻ സൈസ് ആണ്. അതേപോലെ തന്നെ ഈ സൈസ് നോക്കുന്ന സമയത്ത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ മാഗ്നിഫിക്കേഷൻ നോക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് തെറ്റും. ഇപ്പം ഒരു ഉദാഹരണം പറയാം. നിങ്ങൾക്ക് മാഗ്നിഫിക്കേഷൻ ഇപ്പം നിങ്ങൾക്ക് ഇങ്ങനെ വന്നിരിക്കുകയാണ്, മാഗ്നിഫിക്കേഷൻ ഈസിക്കൽ നിങ്ങൾക്ക് കിട്ടിയ -2 ആണ്. അപ്പൊ നിങ്ങൾ ചിന്തിക്കല്ല് ഈ -2 എന്ന് പറയുന്നത് 1നേക്കാട്ടിലും ചെറുതാണല്ലോ എന്ന് നിങ്ങൾ ചിന്തിക്കല്ലോ ഒരിക്കലും. സൈസ് പറയുമ്പോൾ സൈൻ നോക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ നോക്കിയാൽ തെറ്റിപ്പോകും. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇവിടെ നോക്കേണ്ടത് മൈനസിനെ തൽക്കാലം, സൈസ് പറയുമ്പോൾ മൈനസിനെ തൽക്കാലം മറന്നിട്ട് ഇവിടെ മാഗ്നിഫിക്കേഷൻ 2 ആണെന്ന് ഓർക്കുക. അപ്പൊ എന്താ, മാഗ്നിഫിക്കേഷൻ ഗ്രേറ്റർ ദാൻ 1 ആണ്. അങ്ങനെയാണെങ്കിൽ ആ കേസിൽ ഇമേജിന്റെ സൈസ് ലാർജ് ആണ്. ഇനി മാഗ്നിഫിക്കേഷന്റെ സൈൻ നോക്കണം, എന്ത് പറയാനാണെന്നറിയാമോ? ഇമേജ് വെർച്വൽ ആണോ, ഇറക്റ്റ് ആണോ, ഇൻവേർട്ടഡ് ആണോ, എന്താണ് റിയൽ ആണോ നോക്കാൻ വേണ്ടിയാ. അപ്പൊ ഇപ്പം ഒരു ഇത് ചോദിക്കുകയാണ്, മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത് നമുക്ക് മാഗ്നിഫിക്കേഷൻ ഇപ്പം നെഗറ്റീവ് കിട്ടി, ഒരു നെഗറ്റീവ് വാല്യൂ ആണ്. അപ്പൊ എന്തായിരിക്കും എന്നറിയാമോ? ഇമേജ് ഈസ് റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ആയിരിക്കും. ഇനി മാഗ്നിഫിക്കേഷൻ നിങ്ങൾക്ക് പോസിറ്റീവ് ആണ് കിട്ടുന്നതെങ്കിൽ ഇമേജ് ഈസ് എന്താണ്, വെർച്വൽ ആൻഡ് ഇറക്റ്റ് ആയിരിക്കും. ഇത് ഇത്രയും മനസ്സിലാക്കി വെച്ചേക്കണം. കാരണം അത് ഒരു ട്രിക്കാണ്. സാധാരണഗതിയിൽ സ്കൂളിലൊക്കെ ചിലപ്പോൾ ഇങ്ങനെ അല്ലായിരിക്കും പഠിപ്പിക്കുന്നത്. പക്ഷെ നമ്മൾ അത് ഇത് കൈകാര്യം ചെയ്യണം. ഈ രീതിയിൽ തന്നെ കൈകാര്യം ചെയ്താലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, അത് മനസ്സിലാക്കാനായിട്ട് സാധിക്കുള്ളൂ എന്നുള്ളതാണ്. അപ്പൊ നിങ്ങളത് ഓർത്തു വെക്കുക. ഇത് എവിടെയും, അതായത് ഇമ്പോർട്ടന്റ്, വെരി ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞിട്ട് ഈ സാധനം ഒന്ന് എഴുതിയിട്ടേക്കുക. എന്നിട്ട് പ്രത്യേകം ആലോചിക്കുക, സൈസ് നോക്കുമ്പോൾ ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, സൈൻ നോക്കാൻ പാടില്ല, മാഗ്നിഫിക്കേഷന്റെ സൈൻ നോക്കാൻ പാടില്ല. മാഗ്നിഫിക്കേഷന്റെ സൈൻ എന്തിനു വേണ്ടിയാണ് നോക്കുന്നത്? റിയൽ ആണോ, ഇൻവേർട്ടഡ് ആണോ, വെർച്വൽ ആണോ, ഇറക്റ്റ് ആണോ എന്ന് അറിയാൻ വേണ്ടി മാത്രമാണ്. ഓക്കെ ആണല്ലോ? അപ്പൊ അത് ഓർക്കുക. എന്നിട്ട് ഇതൊന്നും ചെയ്തേ, പെട്ടെന്നാട്ടെ 2 മിനിറ്റ് സമയം തരാം, പെട്ടെന്നാട്ടെ. സിമ്പിളാ. അതായത് ഇമേജ് ഡിസ്റ്റൻസ്, ഒബ്ജക്ട് ഡിസ്റ്റൻസ് എല്ലാം ഇവിടെ, റേഡിയസ് ഓഫ് കർവേച്ചർ എന്തൊക്കെയാണെന്നുള്ള കാര്യം ഇവിടെ തന്നിട്ടുള്ള എടുത്ത് എഴുതുക. തമ്മിൽ കണക്ട് ചെയ്യുക. എന്നിട്ട് എന്തെങ്കിലും ഇക്വേഷൻ ഉണ്ടോ നോക്കിയിട്ട് തമ്മിൽ കണക്ട് ചെയ്യുക. എന്നിട്ട് ആൻസർ ചെയ്യുക. പെട്ടെന്ന് ഫാസ്റ്റ്. അനീറ്റയ്ക്ക് ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ അനീറ്റ? കേൾക്കുന്നില്ല. മാഗ്നിഫിക്കേഷന് f/f - u യൂസ് ചെയ്ത് കണ്ടുപിടിച്ചു.
ആ അല്ല നമ്മൾ ഇതിനകത്ത് നമുക്ക് യു തന്നിട്ടുണ്ടോ ഇവിടെ? 6 centimeter. ഓക്കെ, അപ്പം ഇവിടെ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണമെന്ന് അറിയാം? ആദ്യം ഈ എന്താണ് തന്നിരിക്കുന്ന സാധനം എടുത്ത് എഴുതുക. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു അല്ലേ? നമുക്ക് തന്നിരിക്കുന്നത് ഇപ്പൊ ഒബ്ജക്റ്റ് ഓഫ് 4 സെന്റിമീറ്റർ ഹൈറ്റ് എന്ന് പറയുമ്പോൾ ഹൈറ്റ് ഓഫ് ഇമേജ് HI ആണ്, സോറി ഹൈറ്റ് ഓഫ് ഒബ്ജക്റ്റ് HO ആണ് അത് തന്നിരിക്കുന്നത്. HO ആണ് തന്നിരിക്കുന്നത്. HO ഈസ് ഈക്വൽ ടു 4 സെന്റിമീറ്റർ. അതേപോലെ തന്നെ അത് ഒബ്ജക്ട് ഡിസ്റ്റൻസ് U എന്ന് പറയുന്നത് 6 സെന്റിമീറ്റർ ഇൻ ഫ്രണ്ട് ഓഫ് എ കോൺകേവ് മിറർ. നിങ്ങൾ റഫായിട്ട് വേണമെങ്കിൽ ഒന്ന് വരച്ചു. ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ ജോയിൻ ചെയ്തവരോടൊക്കെ പ്രത്യേകം പറയാണ്, ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്. നമ്മളിപ്പോ ഈ പറഞ്ഞ സാധനം വെരി ഇമ്പോർട്ടന്റ് ആണ്. ഇത് എഴുതിയിട്ടേക്കുക. ഓക്കെ ആണല്ലോ? അത് നിങ്ങൾ എഴുതിയിട്ടേക്കുക. ക്വസ്റ്റ്യൻ ഇനിയും വരുന്ന സമയത്ത് നമുക്കത് ഓരോ കാര്യങ്ങൾ എക്സ്ട്രാ ആയിട്ടുള്ളത് പറഞ്ഞു തരാം. ഓക്കെ, അപ്പം U 6 സെന്റിമീറ്റർ ആണ്. അതേപോലെ തന്നെ എന്താ റേഡിയസ് ഓഫ് കർവേച്ചർ ക്യാപിറ്റൽ ലെറ്റർ R എന്ന് പറയുമ്പോൾ 24 ആണ്. അപ്പൊ അതിന്റെ പകുതിയാണ് ഫോക്കൽ ലെങ്ത്. സ്മോൾ f എന്ന് പറയുമ്പോൾ എത്രയായി? നമുക്ക് 12 ആയി അല്ലേ? ഇനി നമുക്ക് എന്താണ് മാഗ്നിഫിക്കേഷൻ കണ്ടുപിടിക്കുക. എന്താണ് ആദ്യം കണ്ടുപിടിക്കേണ്ടത്? പൊസിഷൻ ഓഫ് ഇമേജാ അല്ലേ? പൊസിഷൻ ഓഫ് ഇമേജ് എന്ന് കണ്ടുപിടിക്കുകയാണെങ്കിൽ V ആ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ആദ്യം അത് കണ്ടുപിടിക്കാൻ വേണ്ടി 1/f ഈക്വൽ ടു മിറർ ഫോർമുലയാ 1/v പ്ലസ് 1/u ആ ചെയ്യേണ്ടത്. അപ്പൊ 1/f ഇവിടെ തന്നിട്ടുണ്ട്. ഇനി വേറൊരു കാര്യം കൂടെ പറയാം. നിങ്ങൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതിന് മുമ്പ് എന്താണോ കണ്ടുപിടിക്കേണ്ടത് അതിലേക്ക് ഇതിനെ മാറ്റിയിട്ട് വേണം സൈൻ ഇട്ട് കൊടുക്കാൻ, അല്ലെങ്കിൽ നിങ്ങൾക്ക് തെറ്റിപ്പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പം ഇപ്പൊ നമുക്ക് ഇവിടെ V ആ കണ്ടുപിടിക്കേണ്ടത്. അപ്പം എന്ത് ചെയ്യണം? 1/f മൈനസ് 1/u ഈസ് ഈക്വൽ ടു 1/v. അപ്പം ഇവിടെ ഇനി നിങ്ങൾക്ക് വേണം എന്ത് ചെയ്യാം? ഇവിടെ നിങ്ങൾക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ LCM എടുത്തിട്ട് നമുക്ക് ചെയ്യാം. അത് എന്താണോ കണ്ടുപിടിക്കേണ്ടത് അതിനകത്ത് കാരണം സൈൻ ഒക്കെ കൊടുക്കുമ്പോൾ ഒരു പ്രശ്നമുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിപ്പോകാൻ സാധ്യത. ഇത് കോൺകേവ് മിററാ. കോൺകേവ് മിറർ എന്ന് പറയുമ്പോഴത്തേക്കും നോർമൽ നമ്മൾ യൂസ് ചെയ്യുന്ന മിറർ എന്നർത്ഥം ഇല്ലേ? അപ്പൊ ഒബ്ജക്റ്റ് ഇപ്പം 6 സെന്റിമീറ്റർ ഫ്രണ്ടിൽ വെച്ചു അല്ലേ? ഇത് U ആണ്, ഇത് U ആണ്. അതേപോലെ തന്നെ എന്താണ് ഇതിന്റെ റേഡിയസ് ഓഫ് കർവേച്ചർ 24 ആണ്. ഫോക്കസ് 12 ആണ്. അപ്പൊ 6 സെന്റിമീറ്റർ ആണ് U ഇരിക്കുന്നത്. ഫോക്കസ് 12 കണ്ടീഷൻ എന്താ? ഒബ്ജക്റ്റ് ബിറ്റ്വീൻ F ആൻഡ് P ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്താ നമുക്ക് അപ്പോഴേ പ്രതീക്ഷിക്കാം വെർച്വലും ഇറക്റ്റ് ആയിട്ടുള്ള ഇമേജേ ഉണ്ടാകത്തുള്ളൂ. സാധാരണഗതിയിൽ അങ്ങനെ ഇതിനകത്ത് ഉണ്ടാവാറില്ല. ഒറ്റ കേസിൽ മാത്രമേ കോൺകേവിനകത്ത് എന്തുണ്ടാവുള്ളൂ? വെർച്വലി ഇറക്റ്റ്. അത് നമുക്ക് തെളിയിച്ച് കാണിക്കണം നമ്മുടെ ന്യൂമറിക്കൽ വഴി അല്ലേ? അപ്പൊ നമുക്ക് F നമുക്കറിയാം 1 കോൺകേവിന്റെ F എപ്പോഴും നെഗറ്റീവ് ആണ്, ഇങ്ങോട്ടാണ് എടുക്കുന്നത് ഫോക്കൽ ലെങ്ത്. അപ്പം 1/-12 മൈനസ് 1 അത് ഇമേജ് ഡിസ്റ്റൻസ് നെഗറ്റീവ് ആണ് ഇല്ലേ? -6 ഈസ് ഈക്വൽ ടു 1/v. ഇതിനെ വേണമെങ്കിൽ ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് 1/-12 പ്ലസ് 1/6 ഈസ് ഈക്വൽ ടു 1/v എന്നാക്കാം. അവിടെ നമുക്ക് ഇതിനെ ഇങ്ങോട്ടും LCM എടുക്കാന്ന് പറയും. അപ്പൊ 6 പ്ലസ് -12 ഡിവൈഡഡ് ബൈ -12 ഇൻറ്റു 6 എന്ന് എഴുതിയാൽ 1/v ആവും. നമുക്ക് v ആണ് വരേണ്ടത്. അപ്പം 6 മൈനസ് 12 എന്ന് പറയുമ്പോൾ -6 ഡിവൈഡഡ് ബൈ 12 ഇൻറ്റു 6 എന്ന് പറയുമ്പോൾ 72 മൈനസ് 72 ഈസ് ഈക്വൽ ടു 1/v. മൈനസ് കട്ട്. അപ്പൊ v ഈസ് ഈക്വൽ ടു 72 ഡിവൈഡ് ബൈ 6. ഇത് രണ്ടും കട്ട് ചെയ്ത് കളഞ്ഞാൽ 12 ഇൻറ്റു 6 എന്ന് വരും. അപ്പൊ 12. അപ്പൊ v 12 കിട്ടി. ഓക്കെ, ഇനി നമുക്ക് മാഗ്നിഫിക്കേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്കറിയാം മിറർ ആയതുകൊണ്ട് -v/u കണ്ടുപിടിച്ചാൽ പോരെ. വെറുതെ നമ്മൾ പറ്റേ അതൊന്നും ചെയ്യാനായിട്ടൊന്നും പോകണ്ട. അപ്പം m ഈസ് ഈക്വൽ ടു -v/u എന്ന് പറയുമ്പോഴത്തേക്കും v 12 കിട്ടിയിട്ടുണ്ട്. u എന്ന് പറയുന്നത് -6 ആണ് അല്ലേ? അപ്പം -6 അല്ലേ? -6 ആണ്. ഇത് രണ്ടും കട്ട് ചെയ്ത് പോയി. അങ്ങനെയാണെങ്കിൽ 2 കിട്ടി. കണ്ടോ? മാഗ്നിഫിക്കേഷൻ 2 ആ കിട്ടിയത്. ഇവിടെ നിന്ന് തന്നെ അതിന്റെ നേച്ചർ എഴുതാം. നേച്ചർ അവർ ചോദിച്ചിട്ടുണ്ട്. എന്താ നേച്ചർ? എങ്ങനെ എഴുതാം? മാഗ്നിഫിക്കേഷൻ ഇവിടെ >1 ആണ്. അപ്പൊ എന്താ? ലാർജ് സൈസ് ആണ്, എൻലാർജ്ഡ് ആണ് നേച്ചർ. പിന്നെ മാഗ്നിഫിക്കേഷൻ ഇവിടെ പോസിറ്റീവ് ആണ്. പോസിറ്റീവ് ആകുമ്പോൾ എന്താ? വെർച്വൽ ആൻഡ് ഇറക്റ്റ് ആണ്. കണ്ടോ? വെർച്വൽ ആൻഡ് ഇറക്റ്റ് ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒബ്ജക്റ്റ് ബിറ്റ്വീൻ F ആൻഡ് V നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ വെർച്വൽ ആൻഡ് ഇറക്റ്റ് ആയിട്ടുള്ള ഇമേജ് ആയിരിക്കും ഉണ്ടാകുന്നത് എന്നുള്ള കാര്യം. ഇങ്ങനെയാണ് ഇമേജ് ഉണ്ടാകുന്നത്. നോക്കിയോ? അതായത് ഇതൊരു കോൺകേവ് മിറർ, ഇത് അതിന്റെ ഫോക്കസ്, ഇത് അതിന്റെ സെന്റർ ഓഫ് കർവേച്ചർ. ഇവിടെ ഒരു ഒബ്ജക്റ്റ് വെച്ച് കഴിഞ്ഞാൽ ഒരു ലൈറ്റ് റേ ഇങ്ങനെ വരുന്നു, ഫോക്കസിൽ കൂടെ പാസ് ചെയ്യുന്നു, അടുത്ത പോളി വരുന്നു, ഇങ്ങനെ പോകുന്നു. ഇതിങ്ങനെ മുട്ടത്തില്ല, ബാക്കിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്യണം. കണ്ടോ? ഇങ്ങനെ മുട്ടും. കണ്ടോ? ഇതിന്റെ തല മുകളില്, ഇതിന്റെയും തല മുകളില്, ഇറക്റ്റ്. ഇനിയും ഇത് മിററിനകത്തൂടെ നോക്കിയാൽ മാത്രമേ കാണത്തുള്ളൂ, അല്ലാതെ ബാക്ക് സൈഡിലല്ല ഉണ്ടാകുന്നത്. നമ്മൾ രാവിലെ നമ്മുടെ മുഖം നോക്കുന്ന കണ്ണാടിക്കകത്ത് നോക്കുന്ന അവസ്ഥയാണ്. മനസ്സിലായോ? കണ്ണാടിക്ക് ഉള്ളിലല്ലേ നമ്മുടെ ഇമേജ് ഫോം ചെയ്യുന്നത്. ഓക്കെ, അപ്പം അതുകൊണ്ടാണ് അതിനെ വെർച്വൽ ആൻഡ് ഇറക്റ്റ്. അപ്പൊ നമ്മൾ ലോജിക്കലി അതെന്ത് ചെയ്തു? അത് തെളിയിച്ച് കാണിച്ചു, ഇക്വേഷൻ വഴിയും തെളിയിച്ച് കാണിച്ചു. പിന്നെന്താണ്
നമുക്ക് കിട്ടിയ ആൻസർ വഴിയും അത് തെളിയിച്ച് കാണിച്ചു എന്നുള്ളതാണ്. അടുത്ത ക്വസ്റ്റ്യൻ. ഇത് എഴുതിയെന്ന് വിശ്വസിക്കുന്നത്. ഇത് ചെറുതാക്കണോ? ചെറുതാക്കി തരാൻ വേണമെങ്കിൽ എഴുതിയെടുത്തോ വേണമെങ്കിൽ. ഇതുപോലത്തെ തന്നെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ കൂടെ തരാം, എഴുതിയെടുത്തോളൂ. an object is placed in front of a concave mirror of focal length 20 centimeter. The image formed is three times the size of the object. Calculate two possible distances of the object from the mirror. തന്നെത്താനെ ചെയ്യണേ. 2 മിനിറ്റ് സമയം തരും. ഇത് അവര് എന്ത് തന്നിട്ടില്ല, ഇത് ജസ്റ്റ് ആ മാഗ്നിഫിക്കേഷന്റെ കൺസെപ്റ്റ് മാത്രമേ തന്നിട്ടുള്ളൂ, ഇല്ലേ? ഒബ്ജക്റ്റ് ഈസ് പ്ലേസ്ഡ്
ഒബ്ജക്റ്റ് എവിടെ വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞിട്ടില്ല, ഫോക്കൽ ലെങ്ത് മാത്രം തന്നിട്ടുണ്ട്. അത് വെച്ചിട്ട് വേണം നമുക്ക് ഇതെല്ലാം ചെയ്യാനായിട്ട്. അപ്പോൾ ഇത് ചെയ്യാനായിട്ടൊരു ഇതുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും കിട്ടിയായിരുന്നു? ആർക്കെങ്കിലും കിട്ടിയെങ്കിൽ ഒന്ന് പറയാമെങ്കിൽ നല്ലതായിരുന്നു. ഓക്കെ, ഞാനത് പറഞ്ഞുതരാം, ശ്രദ്ധിച്ചോളൂ, ഞാനത് പറഞ്ഞുതരാം. അതായത് ഒരു ഒബ്ജക്റ്റ് ഒരു കോൺകേവ് മിററിന്റെ ഫ്രണ്ടിൽ വെച്ചിരിക്കുകയാണ്. അതിന്റെ ഫോക്കൽ ലെങ്ത് 20 സെന്റിമീറ്റർ ആണ്. അപ്പം എഫ് എന്ന് പറയുന്നത് 20 ആണെന്ന് നമുക്കറിയാം. ഓക്കെ, കോൺകേവ് മിറർ ആണ്. അപ്പം എഫ് എന്നുള്ളത് എന്തായിരിക്കും? നെഗറ്റീവ് വാല്യൂ ആയിരിക്കും അല്ലേ? അപ്പം -20 ആണെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കിക്കോണം. -20 ആണ്. ഓക്കെ, പിന്നെ ഇമേജ് ഫോംഡ് ഈസ് 3 times ദ സൈസ് ഓഫ് ഒബ്ജക്റ്റ് എന്നാണ് പറഞ്ഞത്. അപ്പൊ അവിടെ മാഗ്നിഫിക്കേഷൻ ആണ് തന്നിരിക്കുന്നത് എന്നുള്ള കാര്യം ആലോചിക്കുക. ഓക്കെ ആണല്ലോ? അപ്പം ഇമേജ് 25 സെന്റിമീറ്റർ മാഗ്നിഫിക്കേഷൻ. ഓക്കെ, അപ്പൊ മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത് 3 ആണെന്നുള്ള കാര്യം നിങ്ങൾ വ്യക്തമായിട്ട് അതൊന്ന് മനസ്സിലാക്കുക. അപ്പം അതിനകത്ത് വേറൊരു പ്രശ്നമുണ്ട്. എന്താണെന്നറിയാമോ? ഇത് നെഗറ്റീവ് ആണോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടത്. മാഗ്നിഫിക്കേഷൻ -v/u എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ ഉണ്ടല്ലോ. അപ്പം -v/u എന്ന് പറയുമ്പോൾ -v/u = 3 എന്നും അവിടുന്ന് v = u നെ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3u എന്നും ആ നെഗറ്റീവ് കൂടി ഇങ്ങോട്ട് എടുത്തിട്ടാൽ മതി. ഓക്കെ, അപ്പോൾ v കിട്ടി, vയും കിട്ടി. നമുക്ക് u നെ u ആയിട്ട് തന്നെ എടുക്കാം. ഓക്കെ, ഇനി നോക്കിയോ, മിറർ ഫോർമുല ഉപയോഗിക്കാം. 1/f = 1/v + 1/u ആണല്ലോ. അപ്പോൾ ഇവിടെ 1/-20 എന്ന് എടുക്കാം = 1/v നെ നമ്മൾ -3u എന്നാണ് എടുക്കാൻ പോകുന്നത്, പ്ലസ് 1/u. ഇവിടെ നിന്ന് u കണ്ടുപിടിക്കാമല്ലോ. അപ്പം ഞാൻ എന്താ ചെയ്യുക? ഞാൻ ആദ്യം ഈ u ഇവിടെ ഉള്ളത് കൊണ്ട് തന്നെ u നെ വെച്ച് തന്നെ നമുക്കൊന്ന് ചെയ്യാം അല്ലെ? ക്വാഡ്രാറ്റിക് ഇക്വേഷൻ വരുമോ? ഓക്കെ, അപ്പം നോക്കിയോ. അപ്പം ഇവിടെ നമുക്ക് LCM എടുക്കാം. LCM എടുക്കുന്ന സമയത്ത് ഇവിടെ ഒരു -3 വരണം. മോളിലും എന്ത് വരണം? മോളിലും ഒരു -. ഒരു സെക്കൻഡ്. കുഞ്ഞുങ്ങളെ, ഞാൻ പ്രശ്നം ഒന്ന് നോക്കിക്കോട്ടെ. ഓക്കെ, ഇവിടെ ഒരു കാര്യം കൂടെ ശ്രദ്ധിച്ചോണേ. അതായത് കാൽക്കുലേറ്റ് 2 പോസിബിൾ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞ് അവർ ചോദിച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ മാഗ്നിഫിക്കേഷൻ പോസിറ്റീവ് എടുത്തും ചെയ്യണം, മാഗ്നിഫിക്കേഷൻ നെഗറ്റീവ് എടുത്തും ചെയ്യണം എന്നുള്ളതാണ് കേട്ടോ. അതായത് ഈഫ് m -3 ആണെങ്കിൽ നമ്മളറിയാം മാഗ്നിഫിക്കേഷൻ ഇക്വേഷൻ -v/u = -3 എന്നും അവിടുന്ന് ഈ നെഗറ്റീവ് കട്ട് ചെയ്യുമ്പോൾ v = 3u എന്നും വരും. ഓക്കെ, ഇനി ഇവിടുന്ന് ഫോക്കൽ ലെങ്ത് കണ്ടുപിടിച്ചിട്ട് മിറർ ഫോർമുല വെച്ചിട്ട് 1/f = 1/v + 1/u എടുത്തു. അവിടുന്ന് 1/-20 = 1/v പകരം നമുക്ക് എന്ത് കൊടുക്കാം? 1/v പകരം നമുക്ക് 3u എന്ന് കൊടുക്കാം, പ്ലസ് 1/u എടുക്കും. -1/20 ഇവിടെ നമുക്ക് × 3 കൊടുക്കാം, മുകളിലും × 3 കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ 1 + 3 / 3u എന്ന് വരും. ശരിയല്ലേ? ഇനിയും അവിടുന്ന് -1/20 = 4/3u എന്ന് വരുന്നു. ഇത് 4 ആണ്. ഇത് 4ഉം തെറ്റിപ്പോലെ, 4ഉം uം കൂടെ തെറ്റിപ്പോലെ. ഇത് 4 ആണ്, ഇത് u ആണ്. ഇനി എന്ത് ചെയ്യുക? ഇതിങ്ങോട്ടും മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് -3u = 4 × 20 എന്ന് വരുന്നു. അങ്ങനെയാണ് -3u = 80 എന്ന് വരുന്നു. അവിടുന്ന് u = -80/3. ഇതാണ് ഒരു ഒബ്ജക്റ്റിന്റെ പോസിബിൾ ഡിസ്റ്റൻസ്, അല്ലെങ്കിൽ ഒരു പോസിബിൾ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് ഇതാണ്. രണ്ടാമത്തെ കേസ് എന്ന് പറയുമ്പോൾ ഇഫ് m ഈസ് +3 ആണെങ്കിലോ, ഇഫ് m = നമ്മൾ +3 ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ അവിടെ എന്താ ചെയ്യാൻ പറ്റുക? അവിടെ m പോസിറ്റീവ് എടുത്തു കഴിഞ്ഞാൽ -v/u = +3 എന്ന ഈ -v/u എങ്ങനെ വന്നത്? ഓൾറെഡി നമ്മൾ പറഞ്ഞായിരുന്നു, മിറർ എന്താണ് മാഗ്നിഫിക്കേഷൻ കണ്ടുപിടിക്കാൻ -v/u ആണ്. സൈൻ കൺവെൻഷൻ എല്ലാം കൊടുത്തു കഴിഞ്ഞിട്ടുള്ള കാര്യം, ഫൈനൽ ഇക്വേഷൻ നമ്മൾ അത് എടുത്തിരിക്കുന്നത്. ഓക്കെ,
ഇത് ഇങ്ങോട്ട് പോകുമ്പോൾ നെഗറ്റീവ് വി ഈസിക്വൽ ടു എന്താണ് 3u എന്ന് വരുന്നു. അവിടെ നിന്ന് വി ഈസിക്വൽ ടു -3u എന്ന് എഴുതാം. ഇനി അത് നേരെ കൊണ്ട് മിറർ ഇക്വേഷനകത്ത് കൊടുക്കുമ്പോൾ 1/f ഈസിക്വൽ ടു 1/v പ്ലസ് 1/u ആണ്. 1/-20 ഈസിക്വൽ ടു 1/u ന് പകരം -3u പ്ലസ് 1/u. ഇവിടെ എന്താണ് ഡിനോമിനേറ്റർ സെയിം ആക്കാൻ ഇവിടെ ഒരു -3 മുകളിൽ ഒരു -3 കാരണം -3u ആ വരേണ്ടത്. ഓൾറെഡി u ഇവിടെ ഉണ്ട്. അപ്പം നെഗറ്റീവ് ഓഫ് 1/20 ഈസിക്വൽ ടു 1/3u പ്ലസ് -3 ഡിവൈഡഡ് ബൈ -3u എന്ന് വരുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് -1/20 ഈസിക്വൽ ടു 1 - 3 എന്ന് പറയുമ്പോഴത്തേക്കും 1 - 3 എന്ന് പറയുമ്പോൾ -2 ഡിവൈഡഡ് ബൈ എന്താണ് -3u എന്ന് വരുന്നു. അങ്ങനെയാണെങ്കിൽ നെഗറ്റീവ് കട്ട് ചെയ്ത് കളയുന്നു. ഇനിയും u കണ്ടുപിടിക്കാൻ വേണ്ടി ഇതിനെ ഇങ്ങോട്ടും കൊണ്ടുപോകുമ്പോൾ -3u ഈസിക്വൽ ടു 40 എന്ന് വരുന്നു. അവിടെ u ഈസിക്വൽ ടു -40 ഡിവൈഡ് ബൈ 3 എന്ന് വരും. ഇതായിരിക്കും അതിന്റെ രണ്ടാമത്തെ പോസിബിൾ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ്. ഡൗട്ട് ഉള്ളവർ ചോദിക്കണേ. ഡൗട്ട് ഉള്ളവർ ചോദിക്കുക. ഇനി ഞാൻ ചെറുതാക്കി കാണിക്കാം. ഡൗട്ട് ഉള്ളവർ ചോദിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ എഴുതിക്കോ. ഇന്നിവിടെ ഈ ചാപ്റ്റർ ഉള്ള അടുത്ത പുതിയ ചാപ്റ്റർ ആണ്. A thin converging glass lens made of glass with refractive index is 1.5. കരുണ, ഞാൻ 2 ക്വസ്റ്റ്യൻ എഴുതിപ്പിച്ചായിരുന്നേ. അത് വീഡിയോ അയച്ചു തരാൻ കാണണേ. ഇത് മൂന്നാമത്തെയാണ്. Okay, sir. A thin converging lens made of glass with refractive index is 1.5. With refractive index 1.5 has a power of plus 5.0 diopter. When this lens is immersed in a liquid of refractive index n, it acts as a divergent lens of focal length
100 centimeter. 100 centimeter. What must be the value of n? ഒന്ന് ആലോചിച്ച് ചെയ്തേ. നമ്മൾ ഒത്തിരി കേസുകളൊക്കെ ചെയ്തായിരുന്നു. അതായത് ലെൻസ് മേക്കേഴ്സ് ഫോമിലാണ് അതിന്റെ കേസുകളൊക്കെ ചെയ്തായിരുന്നു. കോൺവെക്സ് ലെൻസ് കോൺകേവ് ആവുന്നതും കോൺകേവ് കോൺവെക്സ് ആവുന്നതും ഒക്കെ. അപ്പൊ ആ ഒരു ഭാഗത്തുനിന്ന് വന്നിരിക്കുന്ന ഒരു ന്യൂമറിക്കലാണ്. വളരെ സിമ്പിൾ ആണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ആ ഭാഗം തിരിച്ചു നോക്കുക. നമ്മളൊരു ക്വസ്റ്റ്യൻ കിട്ടുമ്പോഴേ അത് ഏത് ഭാഗത്തെയാണ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, നമ്മൾ ചെയ്തൊക്കെ തുടങ്ങുമ്പോൾ നമ്മൾ ആ ബുക്ക് തുറന്ന് വെച്ചിട്ട് ആ പാർട്ട് എടുത്തിട്ട് നോക്കണം നമ്മൾ എങ്ങനെയാണ് ഇത് വരുന്നത്. അല്ലെങ്കിൽ ഞാൻ പഠിപ്പിച്ച നോട്ട് വന്നതിനകത്ത് എന്തെങ്കിലും ഇതുമായിട്ട് ബന്ധം വരുന്നുണ്ടോ, അവിടെ ഏത് ഇക്വേഷനാണ് ഉപയോഗിച്ചിരിക്കുന്നത്, ആ കേസ് പറഞ്ഞപ്പോൾ ഏത് ഇക്വേഷൻ ഉപയോഗിച്ചിരിക്കുന്നത്, അവിടെ ഏതിന് എന്തൊക്കെ കൊടുത്തു, നെഗറ്റീവ് ആണോ പോസിറ്റീവ് എന്നൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അത് എങ്ങനെ അത് വന്നു എന്നുള്ളത് അത് ആ ഭാഗത്തോട്ട് പോയിട്ട് വായിച്ചു നോക്കിയിട്ട് ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ. ഓക്കെ, ഇവിടെ ശ്രദ്ധിച്ചോളൂ. അതായത് ഒരു തിൻ കൺവേർജിങ് ഗ്ലാസ് ലെൻസ്. അപ്പം തിൻ കൺവേർജിങ് ഗ്ലാസ് ലെൻസ് എന്ന് പറയുമ്പോഴത്തേക്കും അത് കോൺവെക്സ് ആണെന്നുള്ള കാര്യം ആലോചിക്കുക. ഓക്കെ, എന്നിട്ട് ഇതിനകത്ത് അതായത് തിൻ കൺവേർജിങ് ഗ്ലാസ് ലെൻസ് മെയ്ഡ് ഓഫ് ഗ്ലാസ് വിത്ത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഈസ് 1.5. അതായത് ഇതിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, ഇതിന്റെ റിഫ്രാക്റ്റീവ് നമുക്കറിയാം. നമ്മൾ യൂഷ്വലി എടുക്കുന്ന സമയത്ത് ഇത് എയർ ആയിട്ടും ഇത് ഗ്ലാസ് ആയിട്ടും എടുക്കുന്നത്. എയറിൻ്റെത് N1 നിന്ന് N2 പോകുന്നത്, ശരിയല്ലേ? അപ്പൊ N1 ഇവിടെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് എയർ ആണ്, അത് 1 ആയിട്ട് എടുക്കുന്നു. ഇത് ഗ്ലാസ് ആണ്, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഗ്ലാസ് N2 ആയിട്ട് എടുക്കുന്നു. അത് എത്രയാണ്? അത് നമുക്ക് 1.5 ആണെന്ന് നമുക്ക് അറിയാം, അല്ലേ? അത് പഠിച്ചു വെച്ചോണം, ഗ്ലാസിന്റെ 1.5 ആണ്. അങ്ങനെയാണെങ്കിൽ അവിടെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് രണ്ടും നമുക്ക് പിന്നെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓൾറെഡി ഇതിനകത്ത് തന്നിട്ടില്ലെങ്കിലും 1.5 എന്ന് ഓർത്ത് വെച്ചേക്കാം കേട്ടോ. അതുപോലെ തന്നെ ഇതിന്റെ പവർ തന്നിട്ടുണ്ട്. പവർ, ഈ ലെൻസിന്റെ പവർ എന്ന് പറയുന്നത് P =
പോസിറ്റീവ് 5.0 ഡയോപ്റ്റർ എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റുന്നത് ഇതിന്റെ രണ്ടിന്റെ റേഡിയസ് നോക്കിയോ. നമുക്ക് ലെൻസ് മേക്കേഴ്സ് ഫോർമുല വെച്ചിട്ട് അതായത് ഫസ്റ്റ് കേസ്, ഇത് ഫസ്റ്റ് കേസ്, ഇപ്പൊ ഞാൻ ഈ വരച്ചിരിക്കുന്നത് ഫസ്റ്റ് കേസ് ആണ്. അപ്പൊ ഫസ്റ്റ് കേസിൽ ലെൻസ് മേക്കേഴ്സ് ഫോർമുല വെച്ചിട്ട് 1/f ഈസ് ഈക്വൽ ടു നമുക്കറിയാം n2 ഡിവൈഡഡ് ബൈ n1 മൈനസ് 1 ഇൻറ്റു 1/r1 മൈനസ് 1/r2 ആണ്. ഓക്കെ, 1/f എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കറിയാം പവർ ആണെന്നുള്ള കാര്യം അറിയാം. ഓൾറെഡി പവർ എന്ന് പറയുന്നത് എന്താണ്, 5 ഡയോപ്റ്റർ എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ 1/f-ന് പകരം നമുക്ക് 5 ഡയോപ്റ്റർ എന്ന് എടുക്കാം. ഓക്കെ, അപ്പോൾ ഇത് 5 എന്ന് എടുക്കാം. ഈസ് ഈക്വൽ ടു n2 എന്ന് പറയുന്ന സാധനം നമുക്കറിയാം എന്താണ്. n2 എന്ന് പറയുന്ന സംഭവം n2 1.5 1.5 ഡിവൈഡഡ് ബൈ എത്രയാണ് താഴത്തേത് n1 എന്ന് പറയുമ്പോൾ 1 ആണ്, മൈനസ് 1. അപ്പം ഇത് വരുന്ന സമയത്ത് ഇൻറ്റു 1/r1 മൈനസ് 1/r2 ആണ്. ഓക്കെ, ഇനിയും നമുക്കറിയാം 1.5 മൈനസ് 1 എന്ന് തന്നെ വരും. അപ്പം 5 ഈസ് ഈക്വൽ ടു 1.5 മൈനസ് 1 എന്നേ വരുള്ളൂ ഇൻറ്റു എന്താണ് 1/r1 മൈനസ് 1/r2. ഇത് അറിയാവുന്നവർക്ക് 2-3 സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാൻ കേട്ടോ. ഞാൻ ജനറലി ഒരാളെ പഠിപ്പിക്കുന്നുള്ള അങ്ങ് പറയുന്നതാണ് കേട്ടോ. മനസ്സിലാകാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് എങ്ങനെയാണ് സ്റ്റെപ്പ് വന്നതെന്നുള്ളത് പറഞ്ഞു പോവാണ്. 1.5 മൈനസ് 1 എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കറിയാം എത്രയാണ് 0.5 ആണ് ഇൻറ്റു 1/r1 മൈനസ് 1/r2. അവിടെ നിന്നിട്ട് നമുക്ക് ഈ 0.5നെ ഇങ്ങോട്ട് കൊണ്ടുവന്നെങ്കിൽ 5 ഡിവൈഡഡ് ബൈ 0.5 ഈസ് ഈക്വൽ ടു 1/r1 മൈനസ് 1/r2. 5 ഡിവൈഡ് ബൈ 1.5 എന്ന് പറയുമ്പോഴത്തേക്കും 10 വരും. കാരണം ഇത് പോയിന്റ് മാറ്റാൻ ഇൻറ്റു 10 ചെയ്യും, മുകളിലും 10 ചെയ്യുമ്പോൾ 50/5 എന്ന് പറയുമ്പോൾ അത് 10 ആണ്. 10 ഈസ് ഈക്വൽ ടു 1/r1 മൈനസ് 1/r2 വരും. ഇത് ഇക്വേഷൻ നമ്പർ 1. ഓക്കെ ആണല്ലോ. ഇനി അടുത്തത് ഈ ലെൻസിനെ കൊണ്ട് നമ്മൾ എവിടെ കൊണ്ടുവെക്കാൻ പോകുന്ന അവർ പറയുന്നത്, ഈ ലെൻസിനെ കൊണ്ട് വാട്ടറല്ലല്ലോ, എന്താ അവർ പറഞ്ഞിരിക്കുന്നത്, അതായത് when the lens is immersed in a liquid of refractive index n, ഈ n റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഉള്ള ഏതോ ഒരു ലിക്വിഡിനകത്തുകൊണ്ട് ഈ ലെൻസിനെ മുക്കി വെച്ചാൽ അതൊരു ഡൈവേർജന്റ്, ഇത് കൺവേർജിങ് ആയിരുന്നു, അതായത് കോൺവെക്സ് ആയിരുന്നു, അതൊരു കോൺകേവ് ആയിട്ട് ആക്ട് ചെയ്യും. ആ കോൺകേവിന്റെ ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത് 100 ആയിരിക്കും. അപ്പൊ നമുക്ക് ഒരു കാര്യം ആദ്യം തന്നെ മനസ്സിലാക്കാം. സെക്കൻഡ് കേസിനകത്ത് ഞാൻ ഇതിനെ കൊണ്ട് ഞാൻ എന്തിനകത്ത് കൊണ്ടുവച്ചിരിക്കുക, ഏതോ ഒരു ലിക്വിഡിനകത്ത് കൊണ്ടുവച്ചിരിക്കുക. സേ വാട്ടർ അല്ല, ഞാൻ ഏതെങ്കിലും ഒരു ലിക്വിഡ് ആയിക്കോട്ടെ, ലിക്വിഡിനകത്ത് കൊണ്ടുവച്ചിരിക്കുക. അപ്പോഴും അപ്പം n1 എന്ന് പറയുന്നത് ലിക്വിഡാ, അതിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് അറിയില്ല, n എന്ന് അവർ തന്നിട്ടുണ്ട്, അത് കണ്ടുപിടിക്കേണ്ടത്. ഇത് ഗ്ലാസ് ആണ്, ഇത് n2 ആണ്, അതിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓൾറെഡി നമുക്കറിയാം 1.5 ആണെന്നുള്ള കാര്യം അറിയാം. പിന്നെ അവര് പറഞ്ഞിരിക്കുന്നത് കേസ് 2. ഓക്കെ, ഫോക്കൽ ലെങ്ത് തന്നിട്ടുണ്ട്, അതായത് ഇത് മുക്കി കഴിയുമ്പോഴത്തേക്ക് ഇത് കോൺകേവ് ആയിട്ട് ബിഹേവ് ചെയ്യും. അങ്ങനെയാണ് അതിന്റെ ഫോക്കൽ ലെങ്ത് 100 സെന്റിമീറ്റർ ആയിരിക്കും. നമുക്കറിയാം ഒരു കോൺകേവ് ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത് ഇങ്ങോട്ടാണ് നമ്മൾ എടുക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ ഫോക്കൽ ലെങ്ത് നെഗറ്റീവ് ആയിട്ട് എടുക്കാവൂ എന്നുള്ള കാര്യം അവിടെ ഒന്ന് ചിന്തിച്ചോണം. f ഈസ് ഈക്വൽ ടു 100 എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ചിന്തിക്കല്ലേ, ഇത് കോൺവെക്സ് അല്ലയോ, അപ്പൊ ഇതിന്റെ ഫോക്കൽ ലെങ്ത് 100 ആണ്. അല്ല, അത് കോൺകേവ് ആയിട്ട് ബിഹേവ് ചെയ്യുവാണ് ചെയ്യുന്നത്. അപ്പൊ അത് കോൺവെക്സിന്റെ കംപ്ലീറ്റ് കൺസെപ്റ്റ് മാറി അത് കോൺകേവ് ആവുക. അപ്പൊ അതിന്റെ ഫോക്കൽ ലെങ്ത് നെഗറ്റീവ് ആയിട്ട് എടുക്കുക. ആദ്യം അതാ മനസ്സിലാക്കേണ്ടത്. അതേപോലെ തന്നെ ഇത് സെന്റിമീറ്ററിലാണ് തന്നിരിക്കുന്നത്. പവറിന്റെ ഒക്കെ രീതിയിലുള്ള അല്ലെങ്കിൽ പവറുമായിട്ട് റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് തന്നെ അതിനെ മീറ്ററിലോട്ട് ആക്കിയാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, മറ്റേ പവർ കണ്ടുപിടിക്കുന്നത്. കാരണം പവറിന്റെ യൂണിറ്റ് ഡയോപ്റ്റർ ആണ്. ഡയോപ്റ്റർ പവറിന്റെ യൂണിറ്റ് ആയിട്ട് എടുക്കുമ്പോൾ ഫോക്കൽ ലെങ്തിന്റെ യൂണിറ്റ് ഷുഡ് ബി ഇൻ മീറ്റേഴ്സ്. അങ്ങനെയാണ് നമുക്ക് f ഈസ് ഈക്വൽ ടു 100 സെന്റിമീറ്റർ എന്ന് പറയുമ്പോൾ 1 മീറ്റർ ആണ്, -1 മീറ്റർ എന്ന് എടുക്കാം. ഓക്കെ, ഇത് ഡൈവേർജിങ് ആണ്. ഓക്കെ, വേണമെങ്കിൽ അവിടെ എഴുതി വെച്ചു, ഇത് ഡൈവേർജിങ്. ഓക്കെ, ഇനി നമുക്ക് n2 എന്ന് പറയുന്നത് നമുക്ക് കൃത്യമായിട്ട് അറിയാം 1.5 ആണ്. n1 എന്ന് പറയുന്നത് n ആണല്ലോ. ലെൻസ് മേക്കേഴ്സ് ഫോർമുല വീണ്ടും എടുക്കാം. 1/f ഈസ് ഈക്വൽ ടു n2 ഡിവൈഡ് ബൈ n1 മൈനസ് 1 ഇൻറ്റു 1/r1 മൈനസ് 1/r2. ഓക്കെ, ഇനിയും ഇത് ഓൾറെഡി നമുക്കറിയാം 1/r1 മൈനസ് 1/r2 എന്ന് പറഞ്ഞാൽ അത് ആ ലെൻസ് കൊണ്ട് ഇതിനകത്ത് വെച്ചെന്ന് പറഞ്ഞാൽ അതിന്റെ റേഡിയസ് ഓഫ് കർവേച്ചർ ഒന്നും മാറാൻ പോകുന്നില്ലല്ലോ. അപ്പൊ 1/r1 മൈനസ് 1/r2 10 എന്ന് വേണം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എങ്ങനെയാ, ഇത് നേരെ കൊണ്ട് ഇതിനകത്തോട്ട് കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. പിന്നെ 1/f എന്നുള്ളത് നമുക്കറിയാം എന്താ, ഇത് f -1 ആണെങ്കിൽ 1/f എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയായിരിക്കും, -1 തന്നെ. അതായത് -1/-1 എന്ന് തന്നെ വരും. അപ്പൊ ഇത് -1 എന്ന് വരും, ഈക്വൽ ടു ഇത് 1.5 മൈനസ് 1.5 ഡിവൈഡഡ് ബൈ എന്താ n -1 ഇൻറ്റു എന്താണ്
10 എന്ന് എഴുതിയാൽ മതി. ഇനി നമുക്ക് n കണ്ടുപിടിക്കാൻ എളുപ്പമോ? -1 ഈസ് ഈക്വൽ ടു ഇതിനെ ഇങ്ങോട്ട് LCM എടുക്കുന്ന സമയത്ത് 1.5 മൈനസ് n ഡിവൈഡ് ബൈ n ഇൻറ്റു 10 എന്ന് വരുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് -1 ഈസ് ഈക്വൽ ടു 1.5 മൈനസ് n എന്നിനെ വേണമെങ്കിൽ ഇങ്ങോട്ടേക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇവിടെ എന്താണ് 1 ഇൻറ്റു n എന്ന് വരും. 1 ഇൻറ്റു n ഈസ് ഈക്വൽ ടു 1.5 മൈനസ് n ഇൻറ്റു 10. അങ്ങനെയാണെങ്കിൽ -n ഈസ് ഈക്വൽ ടു ഇത് അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 1.5 ഇൻറ്റു 10 എന്ന് പറയുമ്പോൾ 15 മൈനസ് 10n. അതേപോലെ തന്നെ ഇതിങ്ങോട്ടേക്ക് n ഒരുമിച്ച് കൊണ്ടുവന്നു കഴിഞ്ഞാൽ -n പ്ലസ് 10n ഈസ് ഈക്വൽ ടു 15 വരുന്നു. അവിടെ നിന്ന് നമുക്കറിയാം -n പ്ലസ് 10n എന്ന് പറയുമ്പോഴത്തേക്കും 9n ആണ്. 9n ഈസ് ഈക്വൽ ടു 15 വരുന്നു. അവിടെ നിന്ന് n ഈസ് ഈക്വൽ ടു 15/9 വരുന്നു. ഇത് കട്ട് ചെയ്യുമ്പോഴത്തേക്കും 3 വെച്ച് കട്ട് ചെയ്യുമ്പോൾ 13 15 3 9 5/3 ആയിരിക്കും അവിടുത്തെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. ഇത്രയുള്ളൂ കാര്യം. അപ്പൊ എന്തൊക്കെ കണ്ടുപിടിച്ച് എന്തിനകത്തൊക്കെ ഇട്ട് കൊടുത്ത് ഏതൊക്കെ രീതിയിൽ നമ്മൾ അത് കൺസിഡർ ചെയ്തു എന്നൊക്കെയുള്ള കാര്യം ചിന്തിച്ചോണം കേട്ടോ. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇക്വേഷൻ മൊത്തം കാണിക്കാവോ? കാണിക്കാം. ചെറുതാക്കാമേ. ഇത് ഫസ്റ്റ് കേസ് ആണ്. എഴുതി കഴിഞ്ഞില്ലെങ്കിൽ പറയണം കേട്ടോ. എഴുതി കഴിഞ്ഞില്ലെങ്കിൽ പറയാം. താഴോട്ട് കാണിക്കാം. രണ്ടാമത്തെ കേസ്.
എഴുതിയെടുത്തെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ എഴുതിക്കോളൂ. ഇത് തന്നെ ചെയ്യണേ, സിമ്പിളാ. നമ്മൾ ആദ്യം തന്ന മോഡലാണേ. An object is placed at a certain distance from a convex lens of focal length 20 centimeter. Find the distance of the object if the image obtained is magnified 4 times. ഇതോടെ ചെയ്തിട്ട് നിർത്തിയേക്കാമേ. ഇത് ഒന്നുമില്ലല്ലോ. ഇതിന്റെ ആൻസർ കിട്ടിയോ? ആരെങ്കിലും പറഞ്ഞ് അഭിരാം കിട്ടിയോ? അഭിരാമേ, Sir, -15 centimeters. -15. -15 ആണ്, കറക്റ്റ് ആണ്. അത് വേണേ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. അതായത് കോൺവെക്സ് ലെൻസ് ആണ്. കോൺവെക്സ് ലെൻസ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഇരിക്കും. അതിന്റെ ഫോക്കൽ ലെങ്ത് എന്ന് പറയുമ്പോൾ എപ്പോഴും കോൺവെക്സ് ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് ഇങ്ങോട്ടുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ എഫ് +20 ആണെന്നുള്ള കാര്യം മനസ്സിലാക്കുക. പിന്നെ ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ഓഫ് ഒബ്ജക്റ്റ് ഇഫ് ദ ഇമേജ് ഒബ്റ്റൈൻഡ് ഈസ് മാഗ്നിഫൈഡ് 4 ടൈംസ്. അപ്പം ഇമേജ് മാഗ്നിഫിക്കേഷൻ 4 ആണെന്നുള്ള കാര്യം ആലോചിക്കുക. അപ്പൊ യു കണ്ടുപിടിക്കുക. മാഗ്നിഫിക്കേഷൻ 4 ആണെങ്കിൽ യു കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. ഓൾറെഡി നമ്മൾ പറഞ്ഞിരുന്നു ഇല്ലേ? മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത് അതായത് m = v/u ആണ് നമുക്കറിയാം ലെൻസിന്റെ കേസിൽ. മിററിന്റെ കേസിലായിരുന്നു -v/u. അപ്പം v/u = 4 ആണെന്നുള്ള കാര്യം അവർ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ v = 4u എന്ന് നമുക്ക് വേണമെങ്കിൽ എടുക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ
ലെൻസ് ഫോർമുല 1/f ഈക്വൽ 1/v മൈനസ് 1/u, മറ്റേത് 1/v പ്ലസ് ആയിരുന്നു. ഫോക്കൽ ലെങ്ത് തന്നിട്ടുണ്ട് 1/20 ആണ്, പോസിറ്റീവ് ആണ്. 1/vക്ക് പകരം നമുക്ക് 4u എടുക്കാം, മൈനസ് 1/u ഇങ്ങനെ എടുക്കാം. ഇനി നമുക്കറിയാം ഇൻറ്റു 4 അങ്ങനെയാണെങ്കിൽ 1/20 ഈസ് ഈക്വൽ ടു 1 മൈനസ് 4 ഡിവൈഡഡ് ബൈ 4u എന്ന് എടുക്കാം. അപ്പോൾ നമുക്ക് ഓക്കെ 1/20 ഈസ് ഈക്വൽ ടു -3 ഡിവൈഡഡ് ബൈ 4u എന്ന് എടുക്കാം. ഇതിനെ ഇങ്ങോട്ടും കൊണ്ടുപോകുമ്പോൾ 4u ഈസ് ഈക്വൽ ടു -60, അവിടുന്ന് u ഈസ് ഈക്വൽ ടു -60 ഡിവൈഡ് ബൈ 4 ഈസ് ഈക്വൽ ടു -50. കിട്ടാത്തവരുണ്ടെങ്കിൽ ഇത് എഴുതിയെടുക്കുക. തൽക്കാലം ഇന്നിങ്ങനെ നിർത്താം. കഴിഞ്ഞവർക്ക് ലെഫ്റ്റ് ആവാമേ.